ഇപ്പോൾ വിവരങ്ങളുമായി പേളിമാണി നമ്മുടെ ഒപ്പം ചേരുന്നു. പേളിമാണി, എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്? എന്തെങ്കിലും പറയൂ. ഹലോ ഹലോ. ആ പേളി കേൾക്കുന്നുണ്ടോ? ആ ഡീഡി പറയൂ പറയൂ. പേളി, എന്താണ് ഇപ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പൊ ആക്ച്വലി ഇവിടെ ആരും നടക്കുന്നില്ല, എല്ലാരും ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. പേളി അവിടെ നിൽക്കുകയല്ലേ? ആ ഞാൻ അല്ല, ആ കുട്ടിയുടെ ആരെങ്കിലും വരുന്നത് വരെ അതുവരെ ഒന്നും ചെയ്താ കുട്ടി ഇവിടെ ഇങ്ങനെ ഇടാനോ? അതൊന്നും പറ്റില്ല. ഇവിടെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ചികിത്സിച്ചേ പറ്റൂ. നിങ്ങൾ ചികിത്സിച്ചോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ കുട്ടിയുടെ ആരുമല്ല. ഒരു മാനസിക പരിഗണന വെച്ച്. സർ, സാറിനെ പോലെ മാനസിക പരിഗണനയുള്ള ആൾക്കാർ ഇന്ന് വളരെ കുറവാ. ഒരു സെൽഫി എടുത്തോട്ടെ? ഓക്കെ, ഞാൻ എടുത്തു. ഫേസ്ബുക്കിൽ ഇടാനായിരിക്കും അല്ലേ? അല്ല, പോലീസിനെ കാണിക്കാനാ. നിങ്ങളെങ്ങാനും ഇവിടുന്ന് മുങ്ങിയല്ലേ ഞങ്ങൾക്ക് വേണ്ടി ഒരു തെളിവ്. നീ ഇപ്പൊ പൊക്കോ, പക്ഷെ നീ ആ ഗേറ്റ് എത്തണ വരെ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയാ നിന്റെ തണ്ടല്ല ഞാൻ ചവിട്ടി പിടിക്കും. പൊക്കോ. ഇവനിത് എന്തിന്റെ കേടവന? ആമോറൻ, തിരിഞ്ഞു നോക്കണ നീയെ. ഇങ്ങോട്ട് നോക്കണ പൂക്കള തിരി ഓടി തുറി ചാണപ്പുഴു. ഇങ്ങോട്ട് നോക്കണ നീയെ. തേങ്ങാതലേ നോക്കണ നീയെ. നിന്റെ അപ്പം തണ്ടി, നീ തണ്ടി, നിന്റെ അപ്പം തണ്ടി. തിരിഞ്ഞു നോക്കരുന്നല്ല അവൻ പറഞ്ഞോളൂ. നേരെ നോക്കാലോ, നേരെ നോക്കണം. ആ ചുവന്ന ഷഡ് ഇവൻ കമ്മ്യൂണിസ്റ്റ് ആയോ? ഹലോ, ഞാൻ കറുത്ത. താൻ കറുത്തോന്ന് എനിക്കെങ്ങനെ അറിയാം? ഇതിനുമ്പ് താൻ വെളുത്തിട്ടായിരുന്നു. അതല്ല, ഞാൻ രാമൻ കറുത്ത. ഹലോ, ഞാൻ പാഷയാണ്. പാഷാണോ? പാഷാണോ? അല്ല, പാഷ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചായ എടുത്തോണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു? എങ്ങനത്തെ പാമ്പ് ചോദിച്ചാൽ തലയും പാലുള്ള പാമ്പായിരുന്നു. അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പിനെ നീ കണ്ടിട്ടുണ്ടോ? ആ പാമ്പ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചത്. പാമ്പ് ഇരിക്കണല്ല, ഏതായിരുന്നു? എന്നാൽ ആ പാമ്പ് ഏത് ജാതിയിൽപ്പെട്ട പാമ്പായിരുന്നു? ജാതിയാ? നെറ്റിമൊരു കുറിയുണ്ടായിരുന്നു. അപ്പൊ അയ്യങ്കാരാവും. എന്തേ പാമ്പ് അയ്യങ്കാരൻ? ബെസയുള്ള പാമ്പായിരുന്ന ബെസ ഇല്ലാത്ത പാമ്പായിരുന്നു? കടിച്ചാലല്ലേ അറിയൂ. ഈ അല്ലടോ പറഞ്ഞത് രാജവെമ്പാലിയാണ്, ഇത്ര നീളമുണ്ട്, ഇത്ര മണ്ണുണ്ട്. നീളത്തിനും മണ്ണത്തിനും എന്ത് കാര്യം? കൊത്തിയ വയസ്സാവൂലേ? നമ്മളെ പുരയിലും പാമ്പ് കേറിയിട്ടില്ല. നമ്മള് കണ്ടിട്ടില്ല. കാണാത്തത് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? ഒന്നുമില്ല, പേടിക്കണ്ട. ലതാ മങ്കേഷ്കറിന്റെ പ്രോഗ്രാമിന് പോയതറിയോ? ലതാ മങ്കേഷ്കറിലൂടെ അതാ അങ്ങനെ ഒരു കഥയുണ്ട്. ധർമ്മൻ ഖത്തറിലൊരു ഷോയ്ക്ക് പോയി. ഖത്തറിലൊരു ഷോയ്ക്ക് ഞാനില്ലാണ്ട് വളരെ കുറച്ച് ഷോയ്ക്ക് പോയിട്ടുള്ളൂ. അപ്പൊ പോയി തിരിച്ചു വന്ന് ഇങ്ങനെ ചേട്ടാ ആരൊക്കെ ഉണ്ടായിരുന്ന ഷോ? ലതാ മങ്കേഷ്കർ. ഞാൻ ഞെട്ടിപ്പോയി. എടാ നീ, നിനക്ക് എന്ത് ഭാഗ്യമാണ്, നീ ലതാ മങ്കേഷ്കറിന്റെ ഇവിടെ ഷോയ്ക്ക് പോയാ? പോയി. ഞാൻ അവര് പാടിയൊന്നുമില്ല, ഒരു സ്കിറ്റിൽ പങ്കെടുത്തു. ഞാൻ ഞെട്ടിപ്പോയി. ലതാ മങ്കേഷ്കർ സ്കിറ്റിൽ പങ്കെടുത്തോന്ന് പറഞ്ഞ് അന്വേഷിച്ചപ്പോഴേ നമ്മുടെ ആക്ട്രസ് മങ്ക മഹേഷ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഡേജറിന്റെ സിബ്ലിങ്സ് ഉണ്ടോ? ഉണ്ട്. ആരാ? സിസ്റ്റർ ആണോ ബ്രദർ ആണോ? ഏതായാലാണ് നമുക്ക് പോസിറ്റീവ് സൈഡ്. അല്ല, പറ, സിസ്റ്റർ ആണോ ബ്രദർ ആണോ? സിസ്റ്റർ ആണ്. സിസ്റ്റർ അപ്പൊ കോംപ്ലിക്കേറ്റഡ്. അതെന്താ? സിസ്റ്ററിനെ കല്യാണം കഴിപ്പിച്ച് വിടൂലേ? ഇല്ല, എനിക്ക് ബ്രദറാണ്. എനിക്ക് സ്വന്തം ചേട്ടനുണ്ട്, ദാസൻ. അങ്ങനെ കെട്ടിച്ചുവിടുന്നുണ്ട്. അയാൾ കെട്ടിപ്പോക്കും. അത് വിടും. എനിക്ക് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഞാൻ ഒറ്റപോളാണ്ട് കെട്ടിക്കൊണ്ട് വരെ എന്റെ വീട്ടിലാ നിർത്തുള്ളൂ. നിക്കാം. എനിക്കൊരു നാണമാനില്ല. ഞാൻ ഏത് വീട്ടിൽ നിൽക്കും. കോച്ചായിട്ട് എത്ര വർഷമായി? ഒരു 5-8 വർഷമായി കാണും. ഓ, കേരളത്തിലാ? പുറത്തായിരുന്നു. പുറത്തെവിടെ? പുറത്ത് ഓ, അവിടെയായിരുന്നു. എന്ത് ക്യൂട്ടാണല്ലേ? എന്താ ക്യൂട്ടിപ്പായുടെ പേര്? എന്താണ് പേര്? പറവാവേ. ചേട്ടാ
എന്താ പറഞ്ഞേ ആരോട് മേടിക്കും തന്നില്ലെങ്കിലോ